കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചിയേറിയ ഒരു ചിക്കൻ മസാല കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് എന്തിൻ്റെ കൂടെയും വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. റൊട്ടി ആണെങ്കിലും റൈസ് ആണെങ്കിലും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോഗ്രാം ചിക്കനാണ്. എല്ലോട് കൂടിയിട്ട് അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലോട് കൂടിയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കനിലേക്ക് ഉപ്പും കുരുമുളകും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വരെ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ മസാല കറിക്ക് വേണ്ടിയിട്ട് ഒരു ചില്ലി പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 സാധാരണ ഉണക്കമുളകാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 5 കാശ്മീരി മുളകും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് സാധാരണ മുളക് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഒട്ടും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് മാത്രമായിട്ടും എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ രണ്ടും മിക്സ് ആയിട്ടും എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 5 സാധാരണ മുളകും 5 കാശ്മീരി മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെട്ടിത്തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മുടെ മുളക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിതിവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 15-20 മിനിറ്റോളം ഇതിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ചൊന്ന് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മുളക് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഇങ്ങനെ പേസ്റ്റൊന്നും ആവണ്ട കേട്ടോ. ഒന്നിങ്ങനെ ചതച്ചെടുത്ത പോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. അങ്ങനെയാണ് ടേസ്റ്റ്. ഒരുപാട് പേസ്റ്റൊന്നും ആക്കി എടുക്കാൻ നിൽക്കണ്ട. കുറച്ചൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനും മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂർ വരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ എണ്ണയിലിട്ടിട്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് വരെ നല്ലതുപോലെ ഇതങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ മുളക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടി ഏകദേശം 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റാം. നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ചേർത്തിട്ടും ഒരു 2 മിനിറ്റെങ്കിലും നല്ലതുപോലെ ഒന്ന് നമ്മുടെ ഈ മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലതുപോലെ പിടിച്ചിരിക്കുന്ന രീതിയിൽ 1-2 മിനിറ്റ് നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ 2 തക്കാളി, 2 ചെറിയ തക്കാളിയാണ് കേട്ടോ. വലുതാണെങ്കിൽ ഒരെണ്ണം മതി, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ തക്കാളിയും ഉള്ളിയും കൂടി നമ്മുടെ ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഈ ഒരു കറിയുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ ബാക്കി കുറച്ചൊന്ന് ചേർത്താൽ മതി. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20 മിനിറ്റ് നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, അടിയിൽ പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ. എന്നിട്ട് ഒരു 20 മിനിറ്റ് തന്നെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം.
അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കറി 20 മിനിറ്റ് വരെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, എങ്കിൽ പോലും കുറച്ച് വെള്ളം ഇതിൽ വന്നിട്ടുണ്ട്. ചിക്കനിലും സവാളയിലും തക്കാളിയിലും ഒക്കെ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇതുപോലെ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ഇതുപോലെ ഇളക്കി ആ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല തിക്കായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ കറിക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ തുറക്കുന്ന സമയത്തുള്ള ആ ഒരു വെള്ളവും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, ഒന്ന് തിക്കായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അരക്കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അല്ലാതെ തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ പറയാനേ ഇല്ല. അപ്പോൾ ഒരു അരക്കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്താലും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കറി ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി. ഏറ്റവും അവസാനം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇത്രയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി നമ്മുടെ കറിയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ, കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ കറിയിൽ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ നല്ലൊരു ചിക്കൻ മസാല കറിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്